പഠനങ്ങൾ പറയുന്നത് 100-ൽ 75 ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഓവർ തിങ്കിങ് എന്നുള്ളത്. അപ്പം ഈ ഓവർ തിങ്കിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിനെക്കുറിച്ചിട്ട് അവെയർ അല്ല. എന്തുകൊണ്ടാണ് ഇത് കറക്റ്റായിട്ട് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7 ടൈപ്പ് ഓഫ് ഓവർ തിങ്കിങ് എന്നുള്ളതാണ്. അപ്പം ഇത് നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ്ലി വാച്ച് ചെയ്യുകയാണെങ്കിൽ ഈ 7 ടൈപ്പ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഞാൻ ഏത് ടൈപ്പ് ഓഫ് ഓവർ തിങ്കിങ്ങിലാണ് കുടുങ്ങി നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ ഓവർ തിങ്കിങ് നമ്മൾ കുടുങ്ങി നിൽക്കുന്ന ഈ ടൈപ്പ് ഓഫ് ഓവർ തിങ്കിങ് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഹായ് ഹലോ, ഐ എം ജുനൈസ്. ഐ എം എൻ ഇന്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് ഹിപ്നോട്ടിസ്റ്റ്. നമ്മളെ യൂട്യൂബ് ചാനലിലൂടെ ഡിസ്കസ് ചെയ്യാറുള്ളത് നമ്മളെ മെൻ്റൽ ഗ്രോത്തും ഫിസിക്കൽ ഗ്രോത്തും സ്പിരിച്വൽ ഗ്രോത്തുമാണ്. ഇത് മൂന്നും നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എന്നുള്ളതാണ്. ഡയറക്റ്റ്ലി നമ്മളെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ഓവർ തിങ്കിങ് വിദ്വാൻമാരെന്ന് പറയുന്നത് ഓവർ പ്ലാനേഴ്സ് ആണ്. അപ്പം ഓവർ പ്ലാനേഴ്സിനെ പറ്റി പറയാനുള്ളത് അവരെന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുമ്പം ഓവറായിട്ട് അതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും എന്ത് ചെയ്യും, അവരതിനെക്കുറിച്ചിട്ട് ചിന്തിച്ചിങ്ങനെ ഇരിക്കും. ഇറ്റ്സ് എ ഗുഡ് ക്വാളിറ്റി. ബട്ട് ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ ആ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഫോക്കസ് ചെയ്യുന്ന പോലെ തന്നെ അവർ ഫോക്കസ് ചെയ്യുന്ന ഒരു സംഭവം അതിൻ്റെ ഔട്ട്കം, അതിൻ്റെ റിസൾട്ടിലേക്കായിരിക്കും എന്നുള്ളതാണ്. റിസൾട്ടും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യണം. ബട്ട് എന്ത് ചെയ്യുന്നില്ല, അവരതിലേക്കുള്ള ആക്ഷൻസ് കൂടി എടുക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അവർ ഇതിനെങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നോക്കി ഔട്ട്കം എന്താവും എന്നുള്ളതൊക്കെ നോക്കി 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 വരിക എന്നല്ലാതെ അവർ ആക്ഷൻസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഓവർ പ്ലാനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് എന്ത്, കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, കുറച്ചുകൂടി അഡാപ്റ്റബിൾ ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, എല്ലാ കാര്യങ്ങളും നമ്മളെ കൺട്രോളിലല്ല. അതായത് എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റിക്കോണമെന്നില്ല. ഈവൻ നമ്മളെ ശ്വാസം ഔട്ട് ഓഫ് നമ്മളെ കൺട്രോളാണ്. നമ്മളെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്, നമ്മളെ ഉള്ളിലുള്ള ഒരുപാട് സംഗതികൾ എന്താണ്, നമ്മളെ കൺട്രോളിലല്ല. നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതല്ല. എന്നാൽ നമ്മൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന നമ്മളെ ഔട്ടർ വേൾഡിൻ്റെ കാര്യം പറയാനുണ്ടോ? അതും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനോ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനോ ഒന്നും സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, ഇതുമായിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്യുക. നമ്മൾ ഔട്ട്കം ഫോക്കസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ചെയ്യുക എന്നതിലേക്ക് ഫോക്കസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഓവർ തിങ്കേഴ്സ്, ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരെ നമുക്ക് വേണമെങ്കിൽ ദ വെറിയേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവരൊരു ആശങ്കയുടെ ടീമായിരിക്കും എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവർ ലൈഫിൽ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ, ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ, ഏറ്റവും നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ചിന്തിച്ചു കൂട്ടുന്ന ആളുകളായിരിക്കും. എൻ്റെ ലൈഫിൽ അങ്ങനെയേ സംഭവിക്കുകയുള്ളൂ, ഞാൻ എങ്ങോട്ടെങ്കിലും പോകുമ്പം ഇതുപോലത്തെ സംഗതികൾ നടക്കും, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഇതുപോലെ സംഭവിക്കുകയുള്ളൂ, ഞാൻ എന്തെങ്കിലും പ്ലാൻ ചെയ്താൽ ഇതുപോലെ സംഭവിക്കുകയുള്ളൂ തുടങ്ങിയിട്ട് ലൈഫിൽ ഇനി വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ, നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ചിന്തിച്ച് ആശങ്കപ്പെട്ട് വെറി ചെയ്ത് നടക്കുന്ന ഒരു കൂട്ടം ഓവർ തിങ്കേഴ്സ് ആണ് രണ്ടാമത്തെ വിഭാഗം എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഈ രണ്ടാമത്തെ വിഭാഗത്തിൽ വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് മൈൻഡ്ഫുൾനെസ് ആൻഡ് ഗ്രൗണ്ടിങ്. നമ്മളെ ടീം ഡിസ്കസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കിലൊരു ടോപ്പിക്കാണ് മൈൻഡ്ഫുൾനെസ്. അതായത് നമ്മൾ ഇന്നത്തെ കാലത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട്, ഈ സമയത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഗ്രൗണ്ടഡ് ആയിട്ട് നമ്മൾ ഒരുപാട് സംഗതികൾ ചെയ്യുക എന്നുള്ളത് എന്താണ്, ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്നാണ്, അതായത് ഈ ഒരു ആശങ്ക കാര്യങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യുന്ന ആളുകൾ, അതായത് ദ വെറിയസ് ടീമിന് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അവർ ലൈഫിൽ കാണുന്ന എല്ലാ വേസ്റ്റ് ആയിട്ടുള്ള സിനാരിയോസും, അതായത് എല്ലാ നെഗറ്റീവായിട്ട് ഇനി ലൈഫിൽ സംഭവിക്കുമെന്ന് പറയുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ഫിയറിനേക്കാൾ കൂടുതൽ അതിൻ്റെ ഫാക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് ഫിയർ ഓവർ ഫാക്ട്. നിങ്ങൾ അതിനെ പേടിക്കുന്ന സംഗതി, അങ്ങനെ സംഭവിച്ചാലോ ഇങ്ങനെ സംഭവിച്ചാലോ എന്നുള്ള സംഗതികളെ കുറിച്ചിട്ടൊക്കെ പേടിച്ച് നടക്കുന്നതിനേക്കാൾ അതിൻ്റെ ഫാക്റ്റ്, അതിൻ്റെ സത്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ പേടിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആശങ്കപ്പെടുന്ന പല സംഗതികളുടെയും ക്ലാരിറ്റി നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫിയർ നമുക്ക് എടുത്ത് ഒഴിവാക്കാൻ പറ്റും. ഈ ഒരു ടൈപ്പ് ഓഫ് ഓവർ തിങ്കിങ്ങിനെ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഓവർ തിങ്കേഴ്സ്,
ഇവരെ നമുക്ക് വേണമെങ്കിൽ ദ പീപ്പിൾ പ്ലീസേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ബാക്കിയുള്ള ആളുകളെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട്, ബാക്കിയുള്ള ആളുകളെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അവർക്ക് വിഷമാകുമോ എന്നുള്ളൊക്കെ രീതിയിൽ ഇതിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഓവർ തിങ്കേഴ്സ് ആണ് എന്ത്, ഈ പീപ്പിൾ പ്ലീസേഴ്സ് എന്നുള്ളത്. ഇത് മേ ബി ഒരാൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടിയിട്ടോ ഒക്കെ നമ്മൾ എന്താ പറയുക ഓവർ തിങ്ക് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആവാം. ഇപ്പം ഫോർ എൻ എക്സാമ്പിൾ ഞാനൊരു വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്താൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്ത് പറയും, അവർക്കത് ഇഷ്ടാവോ, അവരെന്നെ കളിയാക്കുമോ എന്നൊക്കെയുള്ള രീതിയിൽ അവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുക. നമ്മൾ ആ ഒരു സംഗതി ചെയ്യാതെ നമ്മൾ അതിലിരുന്ന് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആളുകളാണെന്ത്, മൂന്നാമത്തെ പീപ്പിൾ പ്ലീസേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനത്തെ ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് പ്രയോറിറ്റൈസ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ ലൈഫിൽ നിങ്ങളെ ആദ്യം പ്രയോറിറ്റി കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളെ വാല്യൂസിന് പ്രയോറിറ്റി കൊടുക്കുക. ഇതിൽ നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഭവം, നിങ്ങൾ എല്ലാവർക്കും സന്തോഷം വരുന്ന രീതിയിൽ അല്ലെങ്കിൽ എല്ലാവർക്കും അനുയോജിച്ച രീതിയിൽ എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ടുകൊണ്ടും എന്ത് ചെയ്യാൻ കഴിയില്ല, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെ വാല്യൂസും നിങ്ങളെ സെൽഫിലെ കോറായിട്ടുള്ള പ്രയോറിറ്റീസും കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, ലൈഫിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മളെ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഓവർ തിങ്കേഴ്സ്, അതായത് പീപ്പിൾ പ്ലീസേഴ്സിനോട് പറയാനുള്ളത്. ഇനി നാലാമത്തെ ടൈപ്പ് ഓഫ് ഓവർ തിങ്കേഴ്സ് ആണ് ദ ഓവർ അനലൈസർ. അതായത് ഇവരെന്തെങ്കിലും ഒരു സംഗതി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ട് ഓവറായിട്ട് അനലൈസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നോക്കി ഒരുപാട് ഓപ്ഷൻസ് അവരെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഒരുപാട് ഓപ്ഷൻസ് ചെയ്യാൻ പോകുന്ന സംഗതിയെ പറ്റിയിട്ട് ഒരുപാട് ഓപ്ഷൻസ് എടുത്തിട്ട് ഒന്നും ചെയ്യാതെ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. ഈ ടൈപ്പ് ഓഫ് ഒരു ഓവർ തിങ്കിങ് ആണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 3 സംഗതികളാണ്. ഒന്നാമതായിട്ട് നിങ്ങളെ ചോയ്സ്, നിങ്ങളെ ഓപ്ഷൻസ് നിങ്ങൾ കുറക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നിങ്ങൾ എടുക്കുന്ന ചോയ്സിന് ഒരു ടൈം ലിമിറ്റ് വെക്കുക. ഇത്ര സമയം കൊണ്ട് ഞാൻ ആ ചോയ്സ് എടുക്കും, അല്ലെങ്കിൽ ഇത്ര സമയം കൊണ്ട് ഞാനത് സെലക്ട് ചെയ്യുമെന്ന് വേണമെങ്കിൽ തീരുമാനിക്കാം. മൂന്നാമതായിട്ട് നിങ്ങൾ നിങ്ങളെ ഇൻറ്റ്യൂഷനിൽ, നിങ്ങളേതായിട്ടുള്ള ഇന്നർ GPS നിങ്ങളെ ഉള്ളിൽ നിന്ന് വരുന്ന ഇൻറ്റ്യൂഷൻസിനെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നാലാമത്തെ ദ ഓവർ അനലൈസേഴ്സിനോട് പറയാനുള്ളത്. ഇനി അഞ്ചാമത്തെ ടൈപ്പ് ഓഫ് ഓവർ തിങ്കേഴ്സ് ആണ് ദ റിഗ്രറ്റേഴ്സ്. അതായത് മുമ്പ് ലൈഫിൽ നടന്നു പോയിട്ടുള്ള സിനാരിയോസിനെ പറ്റിയിട്ട്, ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട്, ഒരുപാട് എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് അവരങ്ങനെ ചിന്തിച്ചിങ്ങനെ ഇരിക്കും. എന്നാലും അങ്ങനെ സംഭവിച്ചല്ലോ, അങ്ങനെ സംഭവിക്കാതെ അത് മറ്റൊരു രീതിയിലാണ് സംഭവിച്ചതെങ്കിൽ എത്ര നന്നായിരുന്നേനെ, ഈ രീതിയിൽ അതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ചിരിക്കും. എക്സാക്ട്ലി ഇതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നോ, ഒരു കാര്യവുമില്ല. നമ്മൾ അങ്ങനെ ചിന്തിച്ചിരിക്കുക എന്നല്ലാതെ ആ സംഭവിച്ച കാര്യത്തിൽ നമുക്കൊരു മാറ്റം എന്ത് ചെയ്യാനില്ല, വരുത്താൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ളതാണ്. ഇതുപോലൊരു റിഗ്രറ്റർ ഓവർ തിങ്കർ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്, നിങ്ങളെ പാസ്റ്റിൽ പോയിട്ട് ഡ്രിൽ ചെയ്തിട്ട് അതിലിങ്ങനെ ആഴ്ന്നിറങ്ങിയിരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ വിസ്ഡംസ്, നല്ല അറിവുകൾ, നിങ്ങളെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അറിവുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെടുത്തിട്ട് ഇപ്പോഴത്തെ നിങ്ങളെ കറൻലിയുള്ള ലൈഫിൽ നിങ്ങൾക്ക് അതെങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തെ ടൈപ്പ് ഓഫ് റിഗ്രറ്റർ ഓവർ തിങ്കേഴ്സിനോട് പറയാനുള്ളത്. ഇനി ആറാമത്തെ ടൈപ്പ് ഓഫ് ഓവർ തിങ്കേഴ്സ് ആണ് വാട്ട് ഇഫ് തിങ്കേഴ്സ്. അതായത് അങ്ങനെയാണെങ്കിലോ എന്നുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളെയും നോക്കിയിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഓവർ തിങ്കേഴ്സ് ആണ് ഇവർ. അതായത് അൺനോൺ ആയിട്ട് നമ്മളെ ലൈഫിൽ ഇനി വരാനുള്ള ഒരു സംഭവത്തിനെ പറ്റിയിട്ട് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ക്ലാരിറ്റി കാര്യങ്ങളൊന്നും ഇല്ലാത്തതിനെ പറ്റിയിട്ട് അങ്ങനെ ആയാലോ, ഇങ്ങനെ ആയാലോ, അങ്ങനെയാണെങ്കിലോ എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ആളുകൾ. ഈ വിഭാഗം ഓവർ തിങ്കേഴ്സിനോടും നമുക്ക് പറയാനുള്ളത്, നമ്മൾ ഒന്നാമത്തെ വിഭാഗത്തിനോട് പറഞ്ഞ പോലെ തന്നെ നമ്മളെ കൺട്രോളിൽ വരുന്ന കാര്യങ്ങളിലേക്ക് നമ്മളെ ഫോക്കസ് ഡൈവേർട്ട് ചെയ്യാം. നമ്മളെ ഫോക്കസ് അതിലേക്ക് പോകുന്നതോട് കൂടി തന്നെ എന്ത് ചെയ്യുക, ആ ഒരു സിനാരിയോ, അതായത് നമ്മളെ ലൈഫിൽ വരാൻ പോകുന്ന സിനാരിയോക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ട് ഈ സമയത്ത് നമുക്ക് എന്തൊക്കെ ആക്ഷൻസ് എടുക്കാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ട് പഠിച്ചിട്ട് ചെറുതാണെങ്കിലും ചെറിയ ആക്ഷൻസ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് വാട്ട് ഇഫ് ഓവർ തിങ്കേഴ്സിനോട് നമുക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. ഇനി ലാസ്റ്റും അവസാനത്തതുമായിട്ടുള്ള ഓവർ തിങ്കേഴ്സ് ആണ് ദ സെൽഫ് ക്രിട്ടിക് ഓവർ തിങ്കേഴ്സ്. ഇവരുടെ ഒരു നേച്ചർ, പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ കംപ്ലീറ്റ് ആയിട്ടുള്ള ടൈമും ഇവരെ സെൽഫിനെ ഡൗട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകളെ ജഡ്ജിങ്ങിനെ പറ്റിയിട്ട് പേടിച്ചുകൊണ്ടിരിക്കുക. അതായത്
എന്നെ കൊണ്ടൊക്കെ അത് പറ്റുമോ, ഞാനൊക്കെ അത് ചെയ്യാൻ പറ്റുമോ, എനിക്ക് അത്രത്തോളം എബിലിറ്റി ഉണ്ടോ, ഞാനത് ചെയ്താൽ ശരിയാവോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സെൽഫിനെ ഇങ്ങനെ എന്താ പറയുക ഡൗട്ട് ചെയ്ത് നമ്മളെ സെൽഫിനെ ഒരുപാട് ഫിയർ ചെയ്യിപ്പിച്ച്, അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകളെ ജഡ്ജ്മെന്റ് പേടിച്ചിട്ടൊക്കെ ഇരുന്ന് ചിന്തിക്കുന്ന ആളുകളാണ് സെൽഫ് ക്രിട്ടിക് ഓവർ തിങ്കേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവർക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കാൻ പറ്റും, എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളെ സെൽഫിനെ ചാലഞ്ച് ചെയ്യുക. സി, നമ്മളെ സെൽഫ് ഡൗട്ട്, എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സെൽഫ് ഡൗട്ട് വരുന്ന സമയത്ത് എന്തുകൊണ്ട് എനിക്കത് ചെയ്തുകൂടാ എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ നമ്മളെ ഇന്നർ ടോക്ക്, നമ്മളെ ഉള്ളിലുള്ള സംസാരത്തിനെ നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് നമ്മളൊന്ന് മോഡിഫൈ ചെയ്ത് എന്ത് ചെയ്യുക, അതിനെ മാറ്റി പതിയെ 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 ആ സെൽഫ് ഡൗട്ട് എന്ത് ചെയ്യുക, നമ്മൾ എടുത്ത് കളയുക എന്നുള്ളതാണ്. നമ്മളെ സെൽഫ് ഡൗട്ട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് കൊടുക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ ട്രൈ ചെയ്യുക. വൺസ് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ പ്രോഗ്രസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ മൈൻഡിന് അതൊരു എവിഡൻസ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും എന്താണ് എൻ്റെ ഓവർ തിങ്കിങ്ങിന്റെ കറക്റ്റ് ആയിട്ടുള്ള റീസൺ എന്നുള്ളത്. അപ്പം ഈ റീസണും അതിന്റെ ക്യൂറും അതിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെ ലൈഫിൽ പ്രാക്ടിക്കലി ഒന്ന് ചെയ്തു നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നമ്മളെ വീഡിയോന്റെ അടിയിൽ നിങ്ങൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വർക്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കമന്റ് ചെയ്യാം എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ നിങ്ങൾ ഇതിൽ ഏത് ടൈപ്പ് ഓഫ് ഓവർ തിങ്കിങ് ആണ് ഫേസ് ചെയ്യുന്നത് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നമ്മളെ യൂട്യൂബ് ചാനലിന്റെ അടിയിൽ കമന്റ് ചെയ്യാം എന്നുള്ളതാണ്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നെക്സ്റ്റ് ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക്